സഹോദരിമാരെ, ഞാനൊരു വോയിസിൽ വരികയാണ്. ഞാനിന്നൊരു വീഡിയോ വിട്ടിരുന്നു. അത് കണ്ടിട്ട് ചില കമൻറ്റോളികൾക്കങ്ങ് ഭയങ്കര കുഴപ്പമാണ്. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിക്കില്ലാത്ത പവറാണ് നമ്മൾ തിരുവനന്തപുരത്തെ യൂട്യൂബർക്ക്. എന്നുവെച്ചാൽ രോമത്തിൽ പോലും തൊടാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. എന്തുവാ അവർക്ക് അങ്ങനെ പറയാം? അവർ എന്ത് പൊതുസമൂഹത്തിൽ എന്ത് മാതൃകയാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്? നിങ്ങൾ ഓരോന്നൊന്നും എടുത്തു പറഞ്ഞവർ എന്ത് മാതൃകയാണ് കാണിക്കുന്ന? അവിഹിതങ്ങൾ കുറേ സ്ത്രീകളുടെ പൊക്കിക്കൊണ്ടുവന്നു. പല സ്റ്റേഷനുകളിലും കേസുണ്ട്, നിലവിലും കേസ് കിടക്കുന്നു. ഒരുപാട് പേര് കൊടുക്കാനായിട്ട് കാത്തു നിൽക്കുന്നു. ഇതൊക്കെയാണ് ആ യൂട്യൂബറുടെ മഹിമ. പിന്നെ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. അതിപ്പോൾ ആരെന്നൊന്നും തിരഞ്ഞു പിടിക്കുന്നില്ല. അവർ നെജിലയുടെ പിറക്കെ പോയിട്ടാണ് നെജില ഇന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇന്ന് മരണക്കയത്തിലോട്ട് തള്ളിവിട്ടു. ഇവർക്കറിയാത്ത കാര്യമൊന്നുമില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും എല്ലാ ABCD ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ എടുത്തിടുന്നില്ല. ആ പണി എനിക്കില്ല. പക്ഷെ അതിനൊക്കെ കാരണവും ആരാണെന്നും എല്ലാം സർവശക്തനായ റബ്ബിനറിയാം. ഒരു സ്ത്രീ തെറ്റ് ചെയ്തതിനെക്കാട്ടി കൂടുതൽ പാവമാണ് ഈ പ്രചരിപ്പിച്ചത്. ആ പ്രചരണത്തിൻ്റെ കാലം തെളിയിക്കും. കാലം ഉറപ്പായിട്ടും തെളിയിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചെയ്യുന്നതിൻ്റെ പ്രതിഫലം എന്തായാലും ആര് ചെയ്താലും കിട്ടും. അതിപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പേ 2 പേരുടെ ജീവിതത്തിന് സംഭവിച്ചു. ആണോ? നന്മ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളിൽ ഉണ്ടാവണം. പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തും പറയരുത്. പൈസയ്ക്ക് വേണ്ടി ഞാനിത് സത്യം പറഞ്ഞാൽ എനിക്ക് സംസാരിക്കാനും ഇതൊക്കെ കണ്ടിട്ട് പറയാനും ഞാൻ അകത്തലങ്ങളിൽ കഴിയുന്ന ഒരാളാണ്. എങ്കിലും ഞാൻ എൻ്റെ കൊണ്ടാവും വിധം പുറം ലോകത്ത് നടക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ അകത്തലങ്ങളിൽ ജീവിക്കുന്നതോ സമൂഹം എന്തെന്ന് അറിയാത്ത ഒരാളോ മനസ്സാക്ഷി ഇല്ലാത്ത ആളോ അല്ല. ഞാൻ ഒരുപാട് പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഉള്ള ആളാണ്. എല്ലാ ജില്ലകളിലും, തിരുവനന്തപുരം തൊട്ട് ഈ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇത് തെറ്റ് എന്ന് പറയാനുള്ള കാരണം, അവരെ ഓരോന്നും അയൽവാസികളെയൊക്കെ വിളിച്ച് അന്വേഷിച്ചിട്ടല്ലേ ഇവരിതറിഞ്ഞ് ഈ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്നത്. അത് അവർ ചെയ്തോട്ടെ, അവർ കുറേ തെറ്റുകൾ കണ്ടുപിടിച്ചു എന്ന് പറയാം. അവരെ തെറ്റ് ഇവരും കണ്ടുപിടിച്ചു, അറിയാൻ നെജിലയും. അപ്പോഴാണല്ലോ ഇവർ അന്യമതസ്ഥയാണെന്നുള്ള കാര്യം നമ്മളൊക്കെ അറിയുന്നത്. അതുപോലെ നമ്മൾ എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ആളാണെന്ന്. പിന്നെയാണ് അറിയുന്നത്. അങ്ങനെ അവരും കൊണ്ടുവന്ന്, പിന്നെ ഈ തിരുവനന്തപുരത്തെ യൂട്യൂബറും കൊണ്ടുവന്നു. എനിക്ക് അവരോട് യാതൊരു വിരോധവും ഇല്ല. കാര്യം പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ റീച്ച് വേണമെന്നൊന്നുമില്ല. ഞാനിത് എന്നെ കേൾക്കാൻ ഇഷ്ടമുള്ളൊരു കേൾക്കുക. നിങ്ങൾ കമൻറ്റുമായിട്ട് വരുമ്പോൾ പറയുന്നത് ന്യായം ഉണ്ടെന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ അവരുടെ രോമത്തിത്ര ഒന്നുമല്ല. അവരെന്തോന്ന് മാതൃക. എനിക്ക് അവരുടെ ആദ്യമൊക്കെ അവരുടെ ഒരു നല്ല ബഹുമാനം, അവരുടെ വീഡിയോ ഇപ്പോഴും ഞാനൊരു സബ്സ്ക്രൈബറാണ്, അവരെ സബ്ബാണ്. അവരുടെ എല്ലാം കാണും ഞാൻ. നല്ലതും ചെയ്യുന്നുണ്ട്. ആ കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്ത് നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കും, കുഞ്ഞുങ്ങളെ നോക്കിയൊക്കെ ചെയ്യും. എന്നാലും ഈ നെജിലയുടെ പിറക്കെ പോയി അവരെ കാര്യങ്ങൾ മൊത്തവും കൊണ്ടുവന്ന് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധിയിലോട്ടാണ് തള്ളിവിട്ട. അതിന് കാരണമുണ്ട്. ഇവരും കാരണമാണ്. അത് എപ്പോഴെങ്കിലും മനസ്സിലാവും. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മനസ്സിലാവും. അത്രേ പറയുന്നുള്ളൂ. പിന്നെ ഈ റഷീദ പിന്നെ 1-2 കമൻറ്റ് വായിക്കുന്ന എന്താ അവരെയൊക്കെ പറയേണ്ട ഒന്നും എനിക്കറിയത്തില്ല. കമൻറ്റ് ഓളികളെന്നാണ് ഞാൻ പറയുന്നത്. എനിക്കിപ്പോൾ അത്രേ പറയാൻ പറ്റൂ. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. മാന്യമായിട്ട് നിങ്ങൾക്ക് കമൻറ്റിൽ എൻ്റെ കേൾക്കണ്ട, ഓക്കെ? അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും ഞാൻ പറയും. തെറ്റെന്തുകൊണ്ടും ഞാൻ വന്ന് പറയും. അത്രയും കേൾക്കാൻ താല്പര്യമുള്ള കേട്ടാൽ മാത്രം മതി.